സുരേഷേട്ടൻ്റെ മോൻ അവരൊപ്പം അഭിനയിച്ചു. ലാലേട്ടൻ്റെ മോൻ ഒരുമിച്ച് അഭിനയിച്ചു. എന്നാണ് ഞാനൊരു പ്രേക്ഷകൻ നില എന്നാണ് വാപ്പിച്ചായിട്ട് ഒരു സിനിമ ഉണ്ടാവുന്നത്? മാക്സിലേക്ക് പോവാം. കേരളത്തിലെ പ്രേക്ഷകരൊപ്പം ഈ തവണ ഡീക്കു സിനിമയ്ക്കുണ്ടാവും. ഒരിക്കലുമില്ല. കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി ഒന്നും എനിക്കറിയില്ല. അറിയില്ല. ഇപ്പൊ ദുൽഖർ ഡീക്കു എന്താന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? പ്രൊമോഷൻ അത് മനസ്സിലായില്ലേ? ഐശ്വര്യ പറഞ്ഞത് ഐശ്വര്യ സ്റ്റാർട്ട് ചെയ്തത് അതൊക്കെ 2-3 പെറുക്കി വണ്ടിയിലിട്ടിട്ട് ചെന്നൈക്ക് കൊണ്ടുപോയി. അങ്ങനെ അതോടൊപ്പം തന്നെ ഡിക്കു ഫാൻസുകാർ സമ്മതിക്കുന്നു. ഞാൻ അന്ന് ചിലപ്പോൾ അങ്ങനെയൊക്കെ പറയുന്ന ആളുകൾ ഇന്ന് ഡിക്കു നമുക്കൊരു പടം ചെയ്യണ്ടെന്നൊക്കെ പറയുമ്പോൾ നമ്മളേറെ കാത്തിരിക്കുന്ന ഒരു സിനിമ റിലീസാകുകയാണ്. ആ സിനിമയുടെ രാജാവും അതോടൊപ്പമുള്ള കൂട്ടരുമാണ് എന്നോടൊപ്പമുള്ളത്. ഈ പ്രജയ്ക്ക് കുറേ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. റെഡിയല്ലേ? ഞാൻ പ്രജയാണ് കേട്ടോ. ഞാൻ രാജാവല്ല. രാജ്ഞി എടുത്താണ്. അല്ല, ഞാനും അല്ല. മന്ത്രിമാർ രണ്ടുപേരും. അതൊക്കെ ഞാൻ പിന്നെയും അക്സെപ്റ്റ് ചെയ്യാം. ഞാൻ രാജാവാണ് എനിക്ക് തോന്നിയിട്ടില്ല. ചെയ്യില്ല അല്ലേ? രാജാവിന്റെ മകൻ. രാജാവിന്റെ മകൻ അതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമുക്ക്. ആ ഡയലോഗാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കിങ് ഓഫ് കൊത്ത. ഒത്തിരി പ്രതീക്ഷയാണ് പ്രേക്ഷകർക്ക്. വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അത്രയും പ്രതീക്ഷ വന്നപ്പോൾ തന്നെയാണ് നമുക്ക് അതിൽ കൂടുതൽ ഭയപ്പെടുന്നു എന്ന് പറയുന്നു. പ്രതീക്ഷ, ആളുകളുടെ പ്രതീക്ഷ എത്രമാത്രം ഉൾക്കൊള്ളുന്നുണ്ട് ദുൽഖർ? അല്ല, നമ്മൾ ഒരു അനൗൺസ്മെന്റ് അല്ലെങ്കിൽ ഒരു ടൈറ്റിൽ കേട്ടിട്ടോ അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിലൂടെ നമ്മുടെ മനസ്സിൽ ചിലപ്പോൾ ഒരു സിനിമ വരും. അത് നമുക്ക് എല്ലാവർക്കും പറ്റാറുണ്ട്. എനിക്കും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു സിനിമ ചെയ്യുമ്പോഴത്തേക്കും അങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്ന സിനിമയിൽ, അങ്ങനെ ഹൈപ്പുള്ള സിനിമയിൽ അത്രയും വിചാരിക്കുന്ന അത്രയും ഇല്ലെന്നോ ഉണ്ടെന്നല്ല. പക്ഷെ ചിലപ്പോൾ മനസ്സിൽ കണ്ട സിനിമ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റും, അല്ലെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ സിനിമയെന്നും അല്ലെങ്കിൽ ഓഡിയൻസ് എന്താണ് മനസ്സിൽ കാണുന്ന സിനിമയെന്ന് നമുക്ക് അതിലെന്തെങ്കിലും ഒരു ഗ്യാപ്പ് ഉണ്ടാവുമെന്നുള്ളൊരു ഭയമുണ്ട്. പക്ഷെ അത് നമ്മൾ അത്രയും എഫേർട്ട് ഇട്ട് നമ്മൾ അത്രയും ആഗ്രഹിച്ച് ചെയ്യുന്ന സിനിമയാകുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും എല്ലാവർക്കും ഉണ്ട് ആ ഫീൽ. അതോടൊപ്പം തന്നെ പ്രേക്ഷകർക്കുമുണ്ട് ഈ സിനിമ എങ്ങനെയാവും എന്നുള്ള പ്രതീക്ഷ ഉണ്ടല്ലോ. സിനിമകളെല്ലാം വിജയിക്കണം, ഉറപ്പായിട്ടും. അതാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. സിനിമയാണ് നമുക്ക് എല്ലാവർക്കും സിനിമയോട് പ്രണയമാണ്. അപ്പോൾ എല്ലാ സിനിമയും ഇന്ന സിനിമയെന്ന് എല്ലാ സിനിമയും വിജയിക്കണമെന്നുള്ള ആവശ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഞാൻ നേരത്തെ വാർത്താ സമ്മേളനത്തിൽ കുറുപ്പാണ് നമ്മുടെ പ്രേക്ഷകരെ ഇരുകൈ നീട്ടി കോവിഡ് സമയത്ത് കൊണ്ടുവന്ന് ഓപ്പണാക്കി ഉത്സവപ്പറമ്പാക്കിയെടുത്തു. പിന്നീട് കുറച്ചു കാലം ആ സിനിമ അങ്ങനെ തന്നെ ഇടയ്ക്ക് സിനിമ ഒന്ന് വീണ്ടും ഇരുന്നുപോയി, വീണ്ടും സിനിമ ഉത്സവപ്പറമ്പാക്കി വന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരം ആരവമാണ് സിനിമയ്ക്ക് വരുന്നത്. അത്തരം ഒരു ആരവം വരുമ്പം ദുൽഖറിനെ സംബന്ധിച്ചോളം തിയേറ്ററിൽ പോയി സിനിമകൾ കാണാറില്ല എന്ന് എനിക്ക് തോന്നുന്നു. മമ്മൂക്ക അങ്ങനെ തിയേറ്ററിൽ പോകാറുണ്ട്, ലാലേട്ടൻ പോകാറുണ്ട്. ഡിക്കു എന്തുകൊണ്ടാണ് തിയേറ്ററിൽ പോയി പ്രേക്ഷകരൊപ്പം വരുന്നത് സിനിമ കാണാൻ ആഗ്രഹിക്കാത്തത്? അല്ല, അങ്ങനെ ഒരു തീരുമാനമൊന്നുമില്ല. ചിലതൊക്കെ ഞാൻ പോയി കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഞാൻ സീതാരാം പോയി കണ്ടു, അല്ലെങ്കിൽ ചുപ്പ് അങ്ങനെ ഇരുന്ന് കണ്ടു. കുറുപ്പും ഇതുപോലെ ദുബായിൽ ഞാൻ ഓഡിയൻസിന് കൂടെ ഇരുന്ന് കണ്ടത്. നാട്ടിൽ ചിലപ്പോൾ മിക്കപ്പോഴും പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ മലയാളത്തിൽ എന്തെങ്കിലും ഇറങ്ങിയിട്ട് കുറച്ച് നാളായി. പണ്ടൊക്കെ എനിക്ക് തോന്നുന്നത് ഞാൻ ഏറ്റവും ആദ്യം സെക്കൻഡ് ഷോ കണ്ടിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് ശേഷം എനിക്ക് പേടിയായിരുന്നു പിന്നെ പോകാൻ. പക്ഷെ ഇപ്പോൾ അതൊക്കെ മാറി. പറ്റുമെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങൾ ദുബായ് പ്രൊമോഷന് പോവാണ്. തിരിച്ചു വന്നിട്ട് എന്തായാലും ഞാൻ കിങ് ഓഫ് കൊത്ത എന്തായാലും തിയേറ്ററിൽ തന്നെ കാണുന്ന ആഗ്രഹമുണ്ട്. കേരളത്തിലെ പ്രേക്ഷകരൊപ്പം ഒന്ന് കാണും ഒപ്പം അല്ലേ? അത് വലിയൊരു കാര്യമാണ്. കേരളത്തിലെ പ്രേക്ഷകരൊപ്പം ഈ തവണ ഡിക്കു സിനിമയ്ക്കുണ്ടാവും. ഉറപ്പ് ഞാൻ ഉറപ്പായിട്ടും അല്ലേ? ഐഷു എന്തുണ്ട് വിശേഷമൊക്കെ? സുഖമല്ലേ? ഐഷു ഇങ്ങനെ സൈലന്റ് ആയിട്ട് ഇരിക്കുകയാണ്. ഞാൻ എന്താ ചോദിക്കുന്നത് അറിയില്ലാത്തോണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നത്. അല്ലല്ല, ഞാൻ ആൻസർ കേട്ട് അതിനെപ്പറ്റി ഞാൻ അവിടുത്തെ ക്രൗഡ് കൺട്രോൾ എങ്ങനെയായിരിക്കും ഞങ്ങൾ ഉത്തരം പറയുമ്പോഴത്തേക്കും ഐശ്വര്യ അങ്ങോട്ടൊക്കെ പോകും, ഇങ്ങനെ ആലോചനയോട്ടൊക്കെ പോകും, ചിന്തയിലേക്ക് പോകും. എന്തായാലും ഡിക്കുവിൻ്റെ കൂടെ ഒരു സിനിമ, നമ്മൾ ഇതിനു മുമ്പ് മമ്മൂക്കയുടെ കൂടെ ഒരു സിനിമ, ഇപ്പം മോൻ്റെ കൂടെ ഒരു സിനിമ. വലിയ ഭാഗ്യവതിയാണ്
എനിക്ക് ഈ പേര് പറയുമ്പോ ഭയങ്കര പേടിയാണ്. ഐശ്വര്യമാണ്. അല്ല, അങ്ങനെ പറയുമ്പോ എനിക്ക് പേടിയാണ്. അതുകൊണ്ട് അത് പറയരുത്. കാരണം ഇനി അടുത്ത സിനിമ ഇല്ലാണ്ടായി പോകുന്നുള്ള ഒരിക്കലും ഉണ്ടാവില്ല. ഒരിക്കലും ഇല്ല. പാട്ടിലെ സ്റ്റെപ്പ് പോലെ ഞാന് ഫോർച്യൂണേറ്റ് ആണ്. പിന്നെ ദൈവം ഡിസൈഡ് ചെയ്യാതെ ഒന്നും നടക്കില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. കാരണം ഒരിക്കലും സിനിമയിൽ വരണമെന്ന് വിചാരിച്ചതല്ല. ഞാൻ ആരാധിക്കുന്ന ഏറ്റവും മോസ്റ്റ് ബ്രില്യൻ്റ് ആയിട്ടുള്ള ഡയറക്ടേഴ്സിന്റെ കൂടെ, മോസ്റ്റ് ബ്രില്യൻ്റ് ആയിട്ടുള്ള ആക്ടേഴ്സിന്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്യാൻ പറ്റുന്നത് അത് അദ്ദേഹം മുകളിലിരുന്നത് എഴുതിയത് കൊണ്ട് മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നല്ല കഥകൾ കിട്ടുന്നത് അതുകൊണ്ടാണ്. എനിക്ക് ഇതിനു മുന്നത്തെ ഞാൻ ഇന്റർവ്യൂവിൽ പറഞ്ഞു, ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് എൻ്റെ ഡയറക്ടറിനോട്, അഭിലാഷ് ജോഷിയോട്, എന്നെ ഈ സിനിമയിൽ കാസ്റ്റ് ചെയ്തില്ല. കാരണം എനിക്ക് തോന്നുന്നു അതെൻ്റെ ലൈഫിലെ ഒരു ക്രൂഷ്യൽ പോയിന്റിലാണ് ഈ സിനിമയിലേക്കുള്ള കോള് വരുന്നതും ഈ ക്യാരക്ടർ ചെയ്യാനായിട്ട് പറയുന്നതും. ഐ തിങ്ക് ഇത് ഇപ്പൊ ഞാൻ ഒരു രീതിയിലാണ് ചെയ്തേക്കുന്നത്. ഇതിന് മുന്നേ ആണെന്നുണ്ടെങ്കിൽ അത് ഇത്രയും ഡെഡിക്കേഷൻ ഉണ്ടാവുമോ, അല്ലെങ്കിൽ അതെനിക്കറിയില്ല. ഇത്രയും ഞാൻ നന്നായിട്ട് ചെയ്തു എന്നല്ല ഞാൻ പറയുന്നത്. വാട്ട് എവർ ഐ ഡിഡ് അത് അങ്ങനെ ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് എനിക്ക് അറിയില്ല. സോ ഐ എം വെരി വെരി താങ്ക്ഫുൾ. ഡീക്കുമായിട്ടുള്ള കെമിസ്ട്രി എങ്ങനെയാണ്? കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി ഒന്നും എനിക്കറിയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വ്യക്തിയാണ്. മാത്സിലേക്ക് പോവാം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വ്യക്തിയാണ്. മോറൽ സയൻസിലേക്ക് പോവാം. എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് ഒന്നാമത് എനിക്ക് ഈ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. ഇപ്പൊ പൊന്നിയിൻ സെൽവൻ പ്രൊമോഷൻ ഞങ്ങൾ ഇങ്ങനെ ഗ്രൂപ്പായിട്ട് പോയതിനു ശേഷം അതിനുശേഷമുള്ള പ്രൊമോഷൻസ് ഒന്നും ഇത്ര ഗുമ്മില്ല എന്ന് തോന്നിയപ്പോ ആളില്ല. എന്നോട് ഒറ്റയ്ക്ക് പ്രൊമോട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടി ആൾക്കാരെ കൂട്ടാം. നമ്മൾ രണ്ടുപേരും മാത്രം ഒരു ഈ പറയുന്ന ഗുമ്മില്ലാത്ത അത് നമ്മളൊരു ഫിലിമില് റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഇതിപ്പോ നമ്മള് രണ്ടുപേരും മാത്രം ഒരു ലവ് സ്റ്റോറി ചെയ്യുകയാണെങ്കിൽ ഓക്കെ, നമ്മൾ രണ്ടുപേരും മതി. നമ്മള് വി ആർ ഡൂയിങ് ഒരു കൊത്താന്ന് പറയുന്ന ആ ടൗണിനെ കാണിക്കുന്നത്. ടൗണിനെ മൊത്തം കൊണ്ടുവരാൻ നമുക്ക് പറ്റില്ല. കാരണം ഇന്നലെ എല്ലാവരും ടീം ഒന്ന് സ്റ്റേജിലേക്ക് വരണം എന്ന് പറഞ്ഞപ്പോ ആക്ച്വലി സ്റ്റേജ് ഫുള്ളായി. അത്രയും ആൾക്കാരുണ്ട്. കാസ്റ്റ് എന്ന് പറഞ്ഞാൽ അത്രയും വൈഡാണ്. അപ്പൊ നമുക്ക് ഡേറ്റ് അവൈലബിലിറ്റി ഉള്ള ആൾക്കാരെയാണ് നമ്മളിപ്പോ ഓരോരോ സ്ഥലങ്ങളിലായിട്ട് അവർ വന്നുകൊണ്ടിരിക്കുകയാണ്. ബട്ട് ഈ ഗ്രൂപ്പ് ആക്ടിവിറ്റി ഞാൻ ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഐ ഹാവ് എ ലോട്ട് ഓഫ് മെമ്മറീസ്. ഐ ലവ് ദിസ് എക്സ്പീരിയൻസ്. ഇപ്പോൾ ഷബീറിനെ ആണെങ്കിലും എനിക്ക് നമ്മുടെ പ്രൊമോഷൻ സമയത്താണ് പരിചയപ്പെടുന്നത്. DQ-നെ ആണെങ്കിലും അത് എന്തെങ്കിലും സംസാരിക്കുന്നല്ലാണ്ട് ഒരു ഹ്യൂമൻ കണക്ട് കിട്ടുന്നത് ഇവരെന്താണ് ആസ് പീപ്പിൾ എന്താണ്, ഞങ്ങളുടെ പ്രൊഡ്യൂസേഴ്സ് ആ പ്രൊഡക്ഷൻ വിങ്ങിനൊക്കെ ഇപ്പോഴാണ് പ്രോപ്പറായിട്ട് സംസാരിക്കുന്നത്. മറ്റത് എന്റെ ക്യാരവനിൽ അതില്ല, എന്റെ ക്യാരവൻ ശരിയായിട്ടില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതായത് അല്ലെങ്കിൽ അത് നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പ്രോബ്ലം സോൾവിങ്, അന്നുള്ള ദിവസങ്ങളുടെ കാര്യങ്ങൾ കഴിഞ്ഞു പോവുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോഴാണ് അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. അവർ ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്തു, ഇവർ ഇത്രയും സിനിമയ്ക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തു, ഇതൊക്കെ കാണാനും മനസ്സിലാക്കാനും ഒക്കെ പറ്റുന്ന ഇപ്പോഴാണ്. ഒരു പ്രൊഡ്യൂസറും കൂടെ എല്ലാം പഠിച്ചില്ലേ? പ്രൊഡ്യൂസർ ആണല്ലോ, എല്ലാം പഠിച്ചില്ലേ? അതിലൊന്നും ഞാൻ പഠിച്ചിട്ടില്ല, പക്ഷെ ഇതിൽ ഞാൻ എന്തൊക്കെയോ പഠിക്കുന്നുണ്ട്. പഠിച്ചിട്ടുണ്ട് കാര്യങ്ങൾ. മിക്ക സിനിമകളിലും നമ്മള് പടം ഷൂട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ ഏതെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പോൾ സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ അത്രയും ആ അന്നത്തെ ദിവസത്തെ ഷൂട്ടോ അല്ലെങ്കിൽ സീൻസോ ഡയലോഗ്സോ എന്തെങ്കിലുമൊക്കെ നമ്മളെല്ലാവരും ആ ഒരു ഫോക്കസിലും ഒക്കെ ആയിരിക്കും. നമ്മൾ അവിടെ ഇരുന്ന് അധികം ഇരുന്ന് കോമഡി അടിക്കാനൊക്കെ ചിലപ്പോൾ നമുക്ക് പറ്റുന്ന വരില്ല, അല്ലെങ്കിൽ തമാശ പറയും, അല്ലെങ്കിൽ ബോണ്ട് ചെയ്യുകയും ഹാങ് ഔട്ട് ചെയ്യാനൊക്കെ ചിലപ്പോൾ പറ്റുന്ന വരില്ല. എനിക്ക് പിന്നെ ഈ കോമ്പിനേഷൻസും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റമുണ്ട്. എനിക്കും ഷബീറിന് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റി. പക്ഷെ ബാക്കിയുള്ള കാസ്റ്റിനോട് നമുക്ക് അത്രയും നമ്പർ ഓഫ് ഡേയ്സ് ചിലപ്പോൾ ഡിഫറെൻ്റ് ആണ് എല്ലാവർക്കും. മിക്കപ്പോഴും സംഭവിക്കുന്നത് നമ്മൾ ഈ പ്രൊമോഷൻ സമയത്താണ് എല്ലാവരും വേറെ ഒരു ടെൻഷനും ഇല്ലാതെ നമ്മൾ വന്ന് പിന്നെ നമ്മളായിട്ടാണ് വരുന്നത്, ക്യാരക്ടേഴ്സ് ആയിട്ടല്ല. ആ ബോണ്ടിങ് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് പ്രൊമോഷൻ സമയത്താണ്. അപ്പോഴത്തേക്കും പടം തീരുകയും ചെയ്യും. ടൈമിങ് ഇപ്പൊ ഇത് നമ്മുടെ ഷൂട്ട് സമയത്ത് എന്തുകൊണ്ട് ചെയ്തില്ല എന്നൊക്കെ തോന്നും. അങ്ങനെ തീർച്ചയാണ്. നമുക്കൊരു കുടുംബത്തിൽ നിന്നും പെട്ടെന്ന് പോവാണല്ലോ, ആ ഷൂട്ടിംഗ് സമയത്ത് അവസാനമായിരിക്കും നമ്മളെല്ലാവരും കൂടെ ഒന്ന് ടൈപ്പ് ആയി വരുന്നത്. അപ്പൊ തന്നെ ഷൂട്ട് തീരും. അത് ഷൂട്ട് സമയത്ത് നമുക്ക് ആ ധാരണയുണ്ട്. ഇത് ഇപ്പോഴും തീരുമില്ല, കാരണം ഷൂട്ടും കഴിഞ്ഞ് ഇനിയും നമ്മൾ എന്തായാലും ഇന്ററാക്ട് ചെയ്യണം, പ്രൊമോഷൻ ഉണ്ട്, അതൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് നമ്മളത് അങ്ങനെ ഒരു ഗുഡ് ബൈ ഒന്നും നമ്മളാരും പറയുന്നില്ല. പിന്നെ മൈൻഡ് സ്പേസ് വേറെ ഷൂട്ട് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും അത് അങ്ങനെ ആയിരിക്കും. ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ പ്രൊമോട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ നമ്മളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ററാക്ട് ചെയ്യുന്നത്. മറ്റത് വി ആർ വെരി വർക്കിൽ ഒരുപാട് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ് ചെയ്യാറ്. ഇപ്പൊ ദുൽഖർ DQ എന്താന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? പ്രൊമോഷൻ അത് മനസ്സിലായില്ലേ? ഇപ്പോഴാണ് മനസ്സിലായത്.
നേരത്തെ പറഞ്ഞല്ലോ പ്രൊമോഷൻ വന്നപ്പോഴാണ് ഡിക്കുവിനെ കുറിച്ച് കൂടുതൽ പഠിച്ചതെന്ന് പറഞ്ഞല്ലോ. അതാണ് ഇപ്പൊ എന്താന്ന് മനസ്സിലല്ലേ? സിമ്പിളാ അല്ലേ? ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. DQ മാത്രല്ല, DQയുടെ കൂടെയുള്ള ഒരു ഗ്യാങ് ഉണ്ട്, പ്രൊഡക്ഷൻ ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരൊക്കെ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും നിങ്ങൾ എങ്ങനെയാ ആൾക്കാരെ കണ്ടുപിടിക്കുന്നതെന്നുള്ളത്. ഭയങ്കര, അതായത് നല്ല വിഷൻ ഉള്ള ആൾക്കാരാ. ഒരു പ്രോജക്റ്റ് എങ്ങനെ കൊണ്ടുപോകണം, അല്ലെങ്കിൽ നെക്സ്റ്റ് ഗോൾ എന്തായിരിക്കണം, അങ്ങനെയുള്ള ആൾക്കാർ കൂടെ വേണം. അത് ഭയങ്കര രസമാണ്. നമ്മുടെ ലൈഫിൽ നമുക്ക് ഒറ്റയ്ക്ക് എത്താൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ഫ്രണ്ട്സും ഒരു അത്രയ്ക്ക് വിഷനുള്ള ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ എത്താൻ പറ്റുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഐ ഫീൽ DQ എന്നുള്ള ഒരു ആക്ടറിന്റെ ആ ഒരു ബിഗസ്റ്റ് സക്സസ് ഇസ് ഫൈൻഡിങ് ദ റൈറ്റ് പീപ്പിൾ. ഐ തിങ്ക് നേരത്തെ പറഞ്ഞ പോലെ തീർച്ചയായിട്ടും സൂപ്പർ. അതെ, തീർച്ചയായിട്ടും അതാണ് ലൈഫ് ലോങ് യാത്ര ചെയ്യാനും പറ്റുള്ളൂ. ആ ഒരു ഗ്യാങ് ഉണ്ടെങ്കിൽ യാത്ര ചെയ്യാനും പറ്റുള്ളൂ. എന്തുകൊണ്ട് വിശേഷങ്ങൾക്ക്? സുഖമല്ലേ? ഒത്തിരി ഇഷ്ടമാണ് നിങ്ങളെ. ഞങ്ങൾക്കും എല്ലാവർക്കും ഇഷ്ടമാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. ഇന്ന് പ്രസ് മീറ്റിൽ ഇരുന്നപ്പോൾ കുറെ കാര്യങ്ങൾ ഈ പല്ലിന്റെ കഥയൊക്കെ പറഞ്ഞു, പൂർണ്ണമാക്കിയില്ല നമ്മള്. ആ കഥയൊന്നും എനിക്ക് കേൾക്കണമെന്നുണ്ട്. അയ്യോ, അത് എനിക്ക് എടുത്ത് പറഞ്ഞത് ഐശ്വര്യ പറഞ്ഞത്. ഐശ്വര്യ സ്റ്റാർട്ട് ചെയ്തത്. ഐശ്വര്യ ആ സമയത്ത് എനിക്ക് എവിടെയെങ്കിലും പറയണമെന്ന് ഒരു ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പുള്ളി പല്ലിന്റെ സംഭവം മാത്രമല്ല, ആസ് എൻ ആക്ടർ നമ്മൾ എപ്പോഴും പ്രിപ്പയർഡ് ആയിരിക്കണം. എപ്പോഴാണ് ഒരു ഓപ്പർച്യൂണിറ്റി വരിക എന്ന് അറിയില്ല എന്നാണ് നമ്മൾ പഠിപ്പിക്കാറുള്ളത്. പക്ഷെ അതെനിക്ക് തോന്നുന്നു നമ്മൾ സെറ്റിൽ നിന്ന് സെറ്റിലേക്ക് ഓടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പ്രിപ്പറേഷനൊക്കെ ചിലപ്പോൾ കയ്യിൽ നിന്ന് പോകും. പിന്നീടായിരിക്കും അയ്യോ കുറച്ചൊന്ന് ഇപ്പോൾ ബോഡി ഔട്ട് ഓഫ് ഷേപ്പായി, വർക്ക്ഔട്ട് ചെയ്യണം എന്നുള്ള ചിന്തകളൊക്കെ ഇങ്ങനെ നമ്മൾ എവിടെയെങ്കിലും ശ്രദ്ധിക്കുമ്പോഴായിരിക്കും അത്. എനിക്കൊക്കെ അങ്ങനെയാണ് വരുന്നത്. ഈ ഫുൾ ടൈം പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക, ആക്ഷൻ സീക്വൻസസ് വരികയാണെങ്കിൽ അതിനു വേണ്ടി റിഹേഴ്സ് ചെയ്യുക, ഹോഴ്സ് റൈഡിങ് ചെയ്യുക. എനിക്കറിയില്ല ഷബീർ എന്തിനൊക്കെയാണ് പ്രാക്ടീസ് ചെയ്യുന്നതെന്ന്. അല്ലെങ്കിൽ ഈ പടത്തിന് വേണ്ടി ഫുട്ബോളിന് എടുപ്പത്തേക്കും ഫുട്ബോൾ പ്രാക്ടീസ് ചെയ്യണം. ഇപ്പൊ ഇതിനകത്ത് നമ്മള് കത്തിയും വാളും ഒക്കെ ആയിട്ടാണ് ഫൈറ്റ് ചെയ്യുന്ന പറഞ്ഞപ്പോഴത്തേക്കും ആദ്യത്തെ ഒരു ഫൈറ്റിന് ശേഷം ഈ ചില നമ്മുടെ ആർട്ടിഫിഷ്യൽ പ്രോപ്പർട്ടീസ് ഉണ്ടല്ലോ, അതൊക്കെ 2-3 പെറുക്കി വണ്ടിയിലിട്ടിട്ട് ചെന്നൈക്ക് കൊണ്ടുപോയി അതിന്റെ പ്രാക്ടീസ് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഈ ഞങ്ങളൊക്കെ ഇത് പറഞ്ഞതുകൊണ്ട് അറിയാം, ചിലപ്പോ എല്ലാം അത്രയും പറഞ്ഞു തരില്ല, അതുകൊണ്ടാട്ടോ. തീർച്ചയായിട്ടും ഈ ഡാൻസിങ് റോസ് എന്നുള്ള സിനിമ അല്ലെങ്കിൽ മറ്റേ സപ്പട്ട എന്നുള്ള സിനിമയില് വിളിക്കുന്നത് അല്ലെങ്കിൽ കാസ്റ്റ് ചെയ്യുന്നത് അതിന്റെ ഷൂട്ടിന് ഒരാഴ്ചക്ക് മുമ്പാണ്. നമ്മൾ ആരെങ്കിലും ആ സിനിമയെ കണ്ടിട്ട് ഷബീറിന്റെ ബോഡിയോ അല്ലെങ്കിൽ ഷബീറിന്റെ ഫിറ്റ്നസ്സോ അല്ലെങ്കിൽ ബോക്സിംഗ് സ്റ്റൈലോ ഇതെന്തെങ്കിലും കണ്ടാൽ നമ്മൾ ആരും ഡാൻസ് സ്റ്റൈലാ ബോക്സിംഗ്. അതെ, പക്ഷെ അത് ആരും വിശ്വസിക്കും ഒരാഴ്ച ബാക്കിയുള്ള ഓൾമോസ്റ്റ് എല്ലാ ആർട്ടിസ്റ്റും ഇത്ര 6-7 മാസമൊക്കെ ട്രെയിൻ ചെയ്ത പടത്തിനായിട്ട്. ഷബീർ എപ്പോഴും റെഡിയാണ്, എപ്പോഴും ഫിറ്റ്നസ് അത്രയും മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. അത്രയും ഇനി പറഞ്ഞു ഷബീർ നമുക്ക് വേണം, മലയാളികൾക്ക് ഇനിയും വേണം കേട്ടോ. I'm loving this love that you guys are showering. എനിക്ക് എന്താ പറയണ്ടെന്ന് അറിയില്ല. ഇല്ല, എനിക്ക് I've always been rejected. Not always, like every other upcoming actor, lot of rejections when I went for auditions or ഒരു opportunity പോയാലില്ലാന്ന് പറയും. അതിനുള്ള reason they might give a reason so that I don't get hurt. Probably they'll say height ജാസ്തിയാ, height കുറവാ, you look better than the hero, something like that. But end of the day I knew I wasn't good enough. And if I was good enough, they'll cast me, right? So that made me work on myself. Okay, there's something lacking. So I started working, like beat, dance, fights, gymnastics, horse riding തുടങ്ങി. So now I want to be the first choice. Simple. It's a very simple math I did in my head. If I have these skills, I'll be their first choice. I don't want to be their options anymore. First choice, if they didn't like me, if I don't fit in for a character, I don't mind. At least I put in the effort. That's what matters to me. So that's why I do all these things which I do. And like she said, I want to be prepared. I want to focus on other things than skills when I do a character. I have added advantage than the other actors because I know the skills and I can focus on quirks or something else in the set. So അതുകൊണ്ട് ഇത് ചെയ്യുന്നത് very selfishly wanting to be better myself. എങ്ങനെയുണ്ടായിരുന്നു ഈ ഗ്യാങ്ങിലേക്ക് എത്തിയപ്പോൾ? I was surprised. I mean, I've heard of him and all that. വന്നപ്പോൾ ആദ്യത്തെ ഡേ തന്നെ he broke the ice and he made me feel comfortable. Not an effort to make me feel comfortable because he was saying നമ്മൾക്ക് ഈ സീൻ ഇങ്ങനെ ചെയ്താൽ എനിക്ക് ഇത് ഇങ്ങനെ ചെയ്യണമെന്നുണ്ട്, പക്ഷെ ഐ ഫീലിംഗ് ഇറ്റ്. I looked at him, I was like,
He's like, what? Like, aren't you supposed to be a star? Why are you asking me all this? Then that other, I felt like I'm doing a theatre production. Theatre in a discussion. From then on, I felt a team like even Gokul every time he talks to me. So I am so humbled by the way, like DQ says, though cinema background illatha oral madiri ayal ende eduthu vannu samsarikan. Like I'm so humble. Even Aishu, whenever we meet, she's always a lot of energy. Hi, how are you? Angena. So to the fact shooting Bulikkumun, then I'm always excited. Right from the director, the cameraman, everybody is so welcoming, and everybody loved Dancing Rose, the character. That they were so welcoming. And I actually honestly didn't know itra love and affection in them, because Sarpada time we didn't, because it released on OTT promotions, we didn't go across. Ipura I'm understanding the love, and a lot of people don't know I'm Dancing Rose also. ഇപ്പൊ അത് കൃത്യമായി ബോധ്യമായി. പക്ഷെ മിക്ക സ്ഥലങ്ങളും ഇന്ന ആളാണ് ഡാൻസിംഗ് റോസ് ആർക്കും അറിയാൻ അറിയില്ല. എല്ലാ പടത്തിലും അത്രയും ചേഞ്ച് ഓവറും അത്രയും മേക്ക് ഓവറും ഒക്കെയാണ് അതിന്റെ ഭാഗമായിട്ടാണ് പല്ല്. അതിന്റെ ഭാഗമായിട്ട് പല്ലിലേക്ക് വരട്ടെ കണ്ടോ. Maybe because I didn't know how to act. I don't know. Because Ranjit sir Natchatram Nagaril or character, ചെറിയ character പറഞ്ഞിട്ടുണ്ടായിരുന്നു. So I was trying to write a back story. I couldn't think of anything. അപ്പോൾ I thought, okay, character ഇങ്ങനെ ചിരിച്ചാൽ ഇത് കണ്ടാൽ something, I thought something might happen. So I went to my dentist. I had a big fight argument. Then he said, okay, I'll take it. He's my friend. But he had an argument. I love why you taking that too. I said, എടുത്താൽ തിരിച്ച് വെക്കാൻ പറ്റുമോ temporary at least. I said, yeah. Then I kept it temporary. Went to Pondicherry, sir. I met him, sir. ஒன்று பண்ணியிருக்கேன், யூஸ் பண்ணலாம், என்னடான்னுட்டு, இது இப்படி பண்ணலாமா சார்? And he said, okay. I don't think that, I don't know if I didn't do it to, I did it to get some ஒரு feeling எனக்கு கிடைச்சது. I chiri vermum I got some feeling which I'm not able to explain, like our character. And today if you ask me, I would off. Like he's little off. He's little off, and he just had to have that smile to convey a lot of things which he didn't have to speak. That's what I feel, and I think it worked. And it is very, maybe you can say, because I lacked knowledge to think of something else for a backstory. That's why I did that. Ennodu choichal adu cheyilla. Back then I did that, and I back my decision now also. I'm happy I did that. So yeah. അങ്ങനെ വേണം. ആ ഹാപ്പിയല്ല നമുക്ക് വേണ്ടത് എന്നും അല്ലേ? ഗൂഗിൾ ഇങ്ങനെ എല്ലാം ശ്രദ്ധിച്ചിരിക്കുന്ന ഒരാളാണ്. അല്ല, ശ്രദ്ധിച്ചിട്ടില്ല. ഗൂഗിളിന് ഒബ്സർവർ ആയിട്ടിരിക്കാൻ ഭയങ്കര താല്പര്യമാണ്. ഞങ്ങൾ ഇപ്പൊ അതിനെ പറ്റി ഒരു കോൺവെർസേഷൻ കഴിഞ്ഞേ ഉള്ളൂ. ഞാൻ ശ്രദ്ധിക്കുകയാണ്, ഗൂഗിളിൽ ഇരിക്കുന്നുണ്ടല്ലോ, എല്ലാം കൃത്യമായിട്ട് ശ്രദ്ധിച്ച് അല്ലേ? നല്ലൊരു വേഷം അല്ലേ ജ്യേഷ്ഠൻ്റെ കൂടെ അനിയൻ എന്ന് ഞാൻ പറയും അല്ലേ? കൃത്യമല്ല ഞാൻ പറഞ്ഞത്? എങ്ങനെയുണ്ടായിരുന്നു? ഒരു വേറിട്ട അനുഭവം തന്നെയായിരുന്നു. ഇത്രയും വലിയൊരു സെറ്റിൽ ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. ഒരു സ്റ്റാർ ലൈക്ക് ട്രീറ്റ്മെൻറ്റ് കിട്ടിയിട്ട് ഞാൻ ഇതുവരെ വർക്ക് ചെയ്തിട്ടില്ല. എനിക്ക് ആദ്യമായിട്ട് ഇക്കയുടെ സെറ്റിൽ നിന്നാണത് കിട്ടുന്നത്, ഒരു സ്റ്റാർ ലൈക്ക് ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നതൊക്കെ. ചിലപ്പോൾ ഞാൻ പറയുമ്പോൾ അത് ഞാൻ വെറുതെ പറയുന്നതെന്ന് തോന്നാം, പക്ഷെ അങ്ങനെ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് ഇത്രയും നല്ലൊരു സ്പോയിൽഡ് അല്ല, കുറച്ച് ഇനി അടുത്തൊരു സെറ്റിൽ പോകുമ്പോൾ എങ്ങനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ആലോചിക്കുന്നത്, അതുപോലെ നമ്മൾ പാമ്പർ ചെയ്ത് എനിക്ക് കുറച്ച് വിലയൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത് ഞാൻ അവിടെ പോയത്. ഇതൊക്കെ എൻ്റെ കൂടുതൽ ചെറിഷ് ചെയ്യുന്ന ഓർമ്മകളായിട്ടുള്ള. സിനിമയിലുള്ള കാര്യങ്ങളൊന്നും പറയില്ല, അത് സിനിമ തന്നെ കണ്ടിട്ട്. അല്ല, സിനിമ കണ്ടു തന്നെ തീരുമാനിക്കും. പ്രേക്ഷകർ പോയിരുന്നു കാണുന്ന സിനിമ. പക്ഷെ ഇപ്പൊ ഈ പറഞ്ഞ അനുഭവം വലിയൊരു അനുഭവമാണ് കേട്ടോ. തീർച്ചയായും എനിക്കൊരു വിലയുണ്ടെന്ന് മനസ്സിലാക്കി ഈ സെറ്റിൽ പോകുമെന്ന് പറയുമ്പോഴുള്ള അനുഭവങ്ങളാണ് ഞാൻ ഓർത്തത്. ഞാൻ അതിന് മുമ്പ് അച്ഛൻ്റെ കൂടെ തന്നെ വർക്ക് ചെയ്തിട്ടുള്ളായിരുന്നു. പക്ഷെ അവിടെ ഞാൻ ഒരു പയ്യനെ മാതിരി ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഞാനൊരു ആക്ടറാണെന്നൊക്കെ എന്നെ തോന്നിപ്പിക്കുന്ന വിധം എല്ലാവരും പെരുമാറുകയും ഒക്കെ തന്നെ എൻ്റെ അടുത്ത് പറയായിരുന്നു, നീ നിന്റെ അച്ഛൻ ഇന്നാരാണെന്നുള്ള രീതിക്ക് പെരുമാറടാന്നുള്ള എനിക്ക് അങ്ങനത്തെ അഡ്വൈസസും അതൊക്കെ എനിക്ക് ഭയങ്കര വേറിട്ട എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാം നമ്മളിങ്ങനെ തലയുടെ ഉള്ളിലോട്ട് എടുക്കുന്ന കുറേ കാര്യങ്ങളാണ്. ഇങ്ങനെ ഇന്റർവ്യൂ എന്ന് പറയുന്നൊരു സംവിധാനം ഉള്ളതുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത് തന്നെ. അല്ലെങ്കിൽ ഇതൊക്കെ തലയിൽ വെച്ച് തന്നെ അതിൻ്റെ ആ ഭംഗി എൻജോയ് ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. അല്ല, ഇത്തരം കാര്യങ്ങൾ പറയണമല്ലോ, നമുക്കും കേൾക്കാൻ ആഗ്രഹമുണ്ടല്ലോ. ഇവിടെ പോയപ്പോഴാണ് ഇത്ര ഒരു അനുഭവം ഉണ്ടാകുന്നത്. അത് എനിക്ക് കൃത്യമായിട്ടാണ് പറഞ്ഞത്. ഇതിനു മുമ്പ് പല സിനിമയിൽ പോയിട്ടുണ്ടെങ്കിലും
ആ ഒരു അനുഭവം ഈ സിനിമയിൽ നിന്ന് കിട്ടുമെന്ന് പറയുമ്പോൾ തന്നെ ആ സിനിമയിൽ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്തതെന്ന് നമുക്ക് ഊഹിച്ചെടുക്കാവുന്നുള്ളൂ അല്ലേ? തീർച്ചയായും അതാണ് സത്യം. ലഘു പറഞ്ഞതുപോലെ നല്ലൊരു സബ്ജക്റ്റ് നമ്മൾ പ്രേക്ഷകർ നേരത്തെ കാത്തിരുന്നല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ ജോഷി സാറിൻ്റെ മോൻ അല്ലേ? ജോഷി സാർ ഈ സൂപ്പർ ഹിറ്റുകൾ തന്നിരിക്കുന്നത് ഇപ്പോഴും സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലേ? ആ ഹിറ്റ് ചെയ്ത മോൻ്റെ കൂടെയാണ് അഭിനയിക്കുന്നത്. നേരത്തെ പറഞ്ഞ് നിങ്ങൾ പ്രസ് മീറ്റിൽ പറഞ്ഞ പോലെ നിങ്ങൾ ഒരുമിച്ചുള്ള യാത്രയായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ ഇത്തരം ഒരു സബ്ജക്റ്റ് കേൾക്കുമ്പോൾ ഒരു പുതിയ സംവിധാനം ഒരിക്കലും തോന്നിയിട്ടില്ല എന്നും പറഞ്ഞു. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ചിന്താഗതി വന്നത്? അല്ല, എനിക്ക് എൻ്റെ കരിയറിൽ എനിക്ക് എൻ്റെ ഏറ്റവും ഓർത്തിരിക്കുന്ന സിനിമകൾ ചിലതൊക്കെ കംപ്ലീറ്റ് ന്യൂ കമേഴ്സ് ആയിരുന്നിരിക്കാം. ചിലപ്പോൾ ഒരു നല്ലൊരു ഡയറക്ടർ ഇതിനു മുമ്പ് ഒരു മോശം സമയത്തിലൂടെ പാസ് ചെയ്തിട്ടുള്ള അടുത്ത സിനിമയായിരിക്കാം, അല്ലെങ്കിൽ ഒരു വലിയ വെറ്ററൻ ഡയറക്ടർ ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഗേജ് എനിക്ക് അറിയാൻ പാടില്ല. നമ്മൾ പക്ഷെ ആ കഥയിൽ എന്തെങ്കിലും ഒരു ഒറിജിനാലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഒരു പുതുമയുണ്ട്, അല്ലെങ്കിൽ ഒരു നല്ല കഥയാണ്, ഇതൊരു നല്ല സിനിമയാവാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടെന്നൊക്കെ തോന്നിയാൽ ആ ചാൻസ് എടുക്കാൻ ഞാൻ എപ്പോഴും റെഡിയാണ്. കാരണം ഒരു സെക്കൻഡ് ഷോ ആണെങ്കിലും അല്ലെങ്കിൽ ആ സമയത്ത് അത് ഇറങ്ങുന്നതിന് മുമ്പ് ഒരു ഉസ്താദ് ഹോട്ടലാണെങ്കിലും പിന്നീട് തമിഴും തെലുങ്കും അങ്ങനെ ഓരോ അവസരങ്ങളും കിട്ടിയപ്പോൾ ഒരുപാട് പേര് എനിക്ക് ചാൻസുകൾ തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാനൊരു ബാങ്കബിൾ ആക്ടർ അല്ല എന്നുള്ള സമയത്തോ, അല്ലെങ്കിൽ വേറൊരു ഭാഷയിൽ ഒരു തരത്തിലും ഒരു ഫോളോവിങ് ഇല്ലാത്ത സമയത്തോ, അല്ലെങ്കിൽ ഒരു ഓഡിയൻസ് ഇല്ലാത്ത സമയത്ത് ഒരുപാട് പേര് എനിക്ക് അവസരങ്ങൾ തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ആ കാര്യത്തിൽ ഭയങ്കര ഓപ്പണാണ്. ഞാൻ ആ സ്ക്രിപ്റ്റ് വെച്ച് മാത്രമേ ഞാൻ നോക്കാറുള്ളൂ. പിന്നെ നമ്മുടെ പ്രൊഡക്ഷൻ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് നല്ല ടെക്നീഷ്യൻസ് ആണ് പടത്തിലെങ്കിൽ ഒരു പുതിയ ഡയറക്ടറിന് എപ്പോഴും സപ്പോർട്ട് ഉണ്ടാവും. അപ്പം അങ്ങനെ എനിക്ക് പേടിയില്ല. പക്ഷെ എന്നാലും എന്നെ സർപ്രൈസ് ചെയ്ത് എനിക്ക് അബിയുടെ കോൺഫിഡൻസും അവൻ്റെ ഒരു വിഷനും ഒക്കെയാണ്. കാരണം ഇത് കഥ പറയുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ ലൊക്കേഷൻ ട്രെക്കിക്ക് പോകുമ്പോഴും നമുക്ക് ആർക്കും ആദ്യം ഇനിഷ്യലി മനസ്സിലായില്ല എങ്ങനെയാണ് ഇനി സിനിമ കാണുന്നത്. ഈ കാരിക്കൂടി എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് കിട്ടിയില്ല. ഞാൻ പക്ഷെ നമ്മൾ ചിലപ്പോൾ ആദ്യമേ അവിടെ കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ പിന്നീട് അബിയും നിമേഷും കാരിക്കൂടിയാണ് സെലക്ട് ചെയ്തതും അവിടെ ഈ സെറ്റ് ഇട്ട് അത് ആ ഫുൾ നാടും ഒക്കെ അതിനകത്ത് ഒരു അവർ കണ്ട രീതിയിലൊക്കെ അതായി വന്നപ്പോഴത്തേക്കൊക്കെയാണ് നമുക്ക് ശരിക്കും കറക്റ്റ് മനസ്സിലാവുന്നത് ഇവരുടെ മനസ്സിലുള്ള ഈ കൊത്ത എന്താണെന്നുള്ളത്. അപ്പം അതൊക്കെ നമുക്ക് ഒരുപാട് കോൺഫിഡൻസ് തരുന്ന കാര്യങ്ങളാണ്. അത്രയും ക്ലാരിറ്റി ഉള്ളൊരു ഡയറക്ടറും അതുപോലെ തന്നെ ഇപ്പം നിമേഷായിട്ടും അല്ലെങ്കിൽ മറ്റു ഡിപ്പാർട്ട്മെന്റ്സ് ആയിട്ട് അത് കൊളാബറേറ്റ് ചെയ്ത് ഒരു കോമൺ വിഷനിലോട്ടൊക്കെ എത്തുമ്പോഴത്തേക്കും, കാരണം എനിക്കെന്താ അല്ലെങ്കിൽ നമുക്ക് ആർക്കും എത്ര എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും നമ്മൾ ശരിക്കും ഫിലിം മേക്കേഴ്സ് അല്ല. എങ്ങനെ പോയാലും നമുക്കൊരു കഥ വായിച്ചിട്ട് നമുക്കിത് എങ്ങനെയെങ്കിലുമൊക്കെ ഇമാജിൻ ചെയ്യാം. പക്ഷെ അത് കൊണ്ടുവരുന്നതും അല്ലെങ്കിൽ അത് വിഷ്വലൈസ് ശരിക്കും ചെയ്യുന്നത് ഡയറക്ടറാണ്. അപ്പം അങ്ങനത്തെ ഒരു ക്ലാരിറ്റി ഉള്ളൊരു ഡയറക്ടറെ ഞാൻ അബിയുടെ കാര്യത്തിൽ എനിക്ക് ആ ഒരു എന്താ പറയുക ഞാൻ തുറന്ന് പറയുകയും ചെയ്യും. പക്ഷെ അതിലൊരു പ്രൈഡും ഒക്കെ ഉണ്ട് എനിക്ക്. അപ്പം അവനങ്ങനെ അവൻ്റെ മനസ്സുള്ള സിനിമ എടുക്കാനുള്ള നോളജൊക്കെ അവനുണ്ട്. തീർച്ചയായിട്ടും. ഇപ്പോൾ പറഞ്ഞു വെച്ചിരുന്നത് ബോംബെയിലെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യമാണ് ഞാനൊന്ന് ചോദിക്കുന്നത്. പണ്ടൊക്കെ നമ്മൾ സിനിമയിൽ അഭിനയിക്കാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തിയ ഒരു സംഭവം പറഞ്ഞു. അതൊക്കെ നമുക്കൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം പേഴ്സണലി എനിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. താങ്കൾ ആ പറഞ്ഞ വാക്കുകൾ തുടക്കത്തിൽ എനിക്കൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അത് വീണ്ടും ഒരു ധൈര്യം വരുമല്ലായിരുന്നു. അങ്ങനെ സംഭവം ഉണ്ടായിരുന്നു, ധൈര്യമല്ല ഡീക്കുന്നുണ്ടായിരുന്നു. ഉറപ്പായിട്ടും ഞാൻ പറഞ്ഞത് ഞാനത് ഇന്ന് എനിക്കൊരു അഹങ്കാരം ഉള്ളതുകൊണ്ടോ അല്ലെങ്കിൽ ഞാനിന്നൊരു എന്തോ ആയി അങ്ങനെ രീതി പറഞ്ഞതല്ല. എനിക്ക് ഒരിക്കലും അല്ല നമ്മൾ ആരും ഏതൊരു മേഖലയിലും അല്ലെങ്കിൽ ഇവിടെ ഒരു ഓഫീസിലാണെങ്കിലും നമ്മൾ ആദ്യമായിട്ട് അവിടെ ഒരു പണിക്ക് വരുമ്പോഴൊക്കെ ആരെങ്കിലൊക്കെ ഉണ്ടാവും നമ്മൾ ഏതെങ്കിലും രീതിയിൽ ഇൻസൾട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളെ കൊണ്ടിത് പറ്റില്ല, നീ ഇവിടെ തന്നെ നിൽക്കുള്ളൂ, നീ നാളെ മാനേജർ ആവില്ല, അല്ലെങ്കിൽ MD ആവില്ല, പാർട്ട്ണർ ആവില്ല എന്നൊക്കെ പറയുന്ന ആളുകൾ എപ്പോഴും ഉണ്ടാവും. അത് ഏത് മേഖലയിലാണെങ്കിൽ. പിന്നെ നമ്മുടെ ഇൻഡസ്ട്രിയിലാണെങ്കിൽ ഇതെപ്പോഴും ഇതെല്ലാം കുറച്ചും കൂടിയും നമ്മുടെ മുഖത്താണ്, കുറച്ചും കൂടി ലൗഡറാണ്. കാരണം ഇതിപ്പോൾ നമ്മൾ പബ്ലിക്കലി ആണ് ഇത് വർക്ക് ചെയ്യുന്നത് ഒക്കെ ആയിട്ട് അങ്ങനെ. പക്ഷെ ഇന്ന് ഒബ്വിയസ്ലി അന്ന് ചിലപ്പോൾ അങ്ങനെയൊക്കെ പറയുന്ന ആളുകൾ ഇന്ന് നമുക്കൊരു പടം ചെയ്യേണ്ടതെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എൻ്റെ ഉള്ളിലൊരു ഒരു സന്തോഷമുണ്ട്. അങ്ങനെ പറഞ്ഞ ഒരാൾ ഇന്ന് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന എന്തൊക്കെയോ ശരിയായെന്ന് എനിക്ക് അങ്ങനത്തെ നമുക്കൊരു റിഡംഷൻ തോന്നുന്നു. നമുക്ക് എല്ലാവർക്കും ഉണ്ട് അങ്ങനത്തെ ചെറിയ ചെറിയ ഒരു വിക്ടറികൾ. അത് നമ്മൾ ഏത് ഇന്ന് നമ്മൾ ആക്ടേഴ്സ് ആവണമെന്നോ അങ്ങനെ ഒന്നും നിർബന്ധമില്ല. പക്ഷെ അപ്പൊ ഇന്ന് എൻ്റെ അടുത്ത് ഇപ്പോൾ
പുതിയതായിട്ട് വരുന്ന കുട്ടികളോ അല്ലെങ്കിൽ ന്യൂ കമേഴ്സ് ആയിട്ട് വരുന്ന ആക്ടേഴ്സ് ആണെങ്കിലും ടെക്നീഷ്യൻസ് ആണെങ്കിലും ഒക്കെ എൻ്റെ അടുത്ത് ഇതുപോലെ എന്തെങ്കിലും സങ്കടങ്ങൾ പറയുമ്പോഴത്തേക്ക് ഞാൻ പറയും നമുക്ക് ഇതൊക്കെ നമ്മുടെ ഒരു റൈറ്റ് ഓഫ് പാസേജ് ആണ്. നമ്മളിത് ഇത് എക്സ്പീരിയൻസ് ചെയ്തേ പറ്റൂ. ഇത് എക്സ്പീരിയൻസ് ചെയ്താൽ നാളെ നമുക്കൊരു അപ്രീസിയേഷൻ കിട്ടുമ്പോഴത്തേക്ക് അതിന്റെ വില നമുക്ക് മനസ്സിലാവും. ഇത് ആദ്യം മുതലേ എല്ലാവരും നമ്മൾ ഗ്രേറ്റ് ആന്ന് പറഞ്ഞിട്ട് നാളെ നമ്മൾ എന്തെങ്കിലും നല്ലത് ചെയ്താൽ തന്നെ അതെങ്ങനെ അതിന്റെ വാല്യൂ മനസ്സിലാവും. അത് എൻ്റെ ഉള്ളിലുള്ള എൻ്റെ ഒരു ഞാൻ പറയാ സ്മോൾ വിൻസ്, നമ്മുടെ വലിയൊരു വിക്ടറിയോ വലിയ റിവെഞ്ച് എന്നുള്ള രീതിയിലല്ലാതെ അത് കേൾക്കുമ്പോൾ അവർ പോലും അറിയില്ല മിക്കവാറും എന്റെ മനസ്സിലൊരു ചെറിയൊരു സന്തോഷവും ഒരു ചിരിയൊക്കെ ഉണ്ട്. അല്ല, ആ ചിരിയാണ് നമുക്കും വേണ്ടത്. അല്ലെ അല്ലേ? എല്ലാവർക്കും ഉണ്ട് എക്സ്പീരിയൻസ്. എല്ലാവർക്കും ഉണ്ട്, എല്ലാവർക്കും എക്സ്പീരിയൻസ്. ഇപ്പം നമ്മുടെ മേഖലയിലാണെങ്കിൽ നമ്മൾ ആദ്യം പോകുന്നത് ട്രെയിനായിട്ടായിരിക്കും പോകുന്നത്. ട്രെയിനായിട്ട് പോകുന്ന റിപ്പോർട്ടിന്റെ ഇത് കിട്ടില്ല, ഓ ഇവന് അതൊക്കെ പറ്റുള്ളൂ എന്ന് പറയുന്ന ആളുകൾ നമ്മുടെ ഓഫീസുകളിലും ഉണ്ടാവും. ഇത് അനുഭവം എല്ലാവർക്കും ഉണ്ടെന്ന് ഞാൻ പറയാം, പൊതുവെയുള്ള അനുഭവമാണ്, എല്ലാവർക്കും ഉണ്ടാവുന്ന അനുഭവമാണ്. ഈ പറഞ്ഞ പോലെ കിങ് ഓഫ് കൊത്ത സൂപ്പർ ഹിറ്റ് ആകണം, ഇതാണ് നമ്മുടെയൊക്കെ പ്രാർത്ഥന. അത്തരം പ്രതീക്ഷയിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഒരു കാര്യം കൂടി ചോദിക്കുകയാണ്. സുരേഷേട്ടന്റെ മോൻ അവരൊപ്പം അഭിനയിച്ചു, ലാലേട്ടന്റെ മോൻ ഒരുമിച്ച് അഭിനയിച്ചു. എന്നാണ് ഞാനൊരു പ്രേക്ഷകൻ നില എന്നാണ് വാപ്പിച്ചായിട്ട് ഒരു സിനിമ ഉണ്ടാവുന്നത്? എന്നാണ് തന്നെ എന്റെയും ചോദ്യം. ഒരു ദിവസം ഉണ്ടാവും എന്ന് ഞാൻ എന്താ പറയുക, നമ്മൾ ഈ മറ്റേ എല്ലാവർക്കും ഏറ്റവും ഇഷ്ടം പറയുന്ന ഒരു കാര്യമുണ്ട് മാനിഫെസ്റ്റിംഗ്. അപ്പൊ ഞാനിങ്ങനെ ഞാനത് മാനിഫെസ്റ്റ് ചെയ്യണം. ഇങ്ങനെ ഒരു ദിവസം വരും, ഇങ്ങനെ ഒരു ദിവസം വരും, എല്ലാവരും പറയും ഒരു ദിവസം വരും. അങ്ങനെ പറഞ്ഞു ചിലപ്പോ അങ്ങനെ ദിവസം വരും. അങ്ങനെ പറയുന്നുള്ളൂ അല്ലേ? ഞാൻ അങ്ങനെ എങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു. ഞാൻ മമ്മൂക്കാക്ക് ഒരു കമ്പനിയുണ്ട്, ഡീക്കിന് ഒരു കമ്പനിയുണ്ട്, നിങ്ങൾക്ക് രണ്ടുപേരും കമ്പനി, ആരെങ്കിലും ഒരു കമ്പനിയിൽ ഒരുമിച്ച്. അപ്പൊ എന്നോട് മമ്മൂക്ക പറഞ്ഞ മറുപടി ഉണ്ട്, ഇപ്പോഴും വൈറലായിട്ടാ, ഞങ്ങൾ ഒരു വീട്ടിൽ ഒരുമിച്ച് കഞ്ഞി പിടിച്ച് പോകണ്ടായിരുന്നല്ലോ, നിങ്ങൾക്ക് എന്തിനും കുഴപ്പമാണ് എന്നോട് ചോദിച്ചു. എന്തിനാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്? എന്നോട് ചോദിച്ച ഒരു ചോദ്യം തിരിച്ചു ചോദിച്ചാണ് ആ ചോദ്യം. ഡീക്കു എന്തായാലും നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഉറപ്പായിട്ടും അത് എല്ലാത്തിനും തന്നെ സമയമുണ്ട്. ദാസ അവിടെ ലാലേട്ടൻ്റെ ഡയലോഗ് പറഞ്ഞു അല്ലേ? പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്, അതിപ്പോ പറഞ്ഞ പോലെ ഉണ്ടാകട്ടെ. അത്ര നല്ല സിനിമകൾ ഇനിയും വരണം. വിഷയ ഈ സിനിമ സൂപ്പർ ഹിറ്റ് ആവും. വളരെ പ്രതീക്ഷയോട് പ്രേക്ഷകർ കാത്തിരിക്കുകയാണ്. പ്രതീക്ഷ കുറേയേറായി സമയം കാണിച്ചുകൊണ്ടിരിക്കുക. ഞാൻ 3 ചോദ്യം കഴിഞ്ഞപ്പോൾ പ്രതീക്ഷ ഒന്നും അവിടെ നിന്ന് സമയം കാണിച്ചു. ഞാൻ സമയം നോക്കി തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ 20 മിനിറ്റ് എനിക്ക് സമയമുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ഒത്തിരി സന്തോഷം, 4 പേരുടെയും കൂടെ ഒരുമിച്ചിരിക്കാൻ പറ്റി. ഈ സിനിമ സൂപ്പർ ഹിറ്റ് ആകട്ടെ.